ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിലാണ് കേട്ടോ. ഇന്ന് എൻ്റെ അനിയൻ്റെയും അനിയത്തിയുടെയും ബർത്ത്ഡേ ആണ്. ഫെബ്രുവരി 26 ശിവരാത്രി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവനും വന്നു. അവനെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിച്ചു. ചേട്ടൻ, ചേച്ചി, പപ്പ, അമ്മ, കലയമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ രാത്രിയായപ്പോഴത്തേക്ക് കേക്കൊക്കെ കട്ട് ചെയ്തു. അനിയത്തിയെ വിളിച്ചു, വീഡിയോ കോൾ വിളിച്ചു. അവൾ ആലപ്പുഴയാണ്. ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പപ്പയും അമ്മയും രാത്രി ആയതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി. അവർക്ക് ഇവിടുന്നൊരു 55 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവർ നേരെ തിരിച്ച് വീട്ടിൽ പോയായിരുന്നു കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു അവർ പോയപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്പുരാൻപാറ കയറാൻ പോയതാട്ടോ. അവിടെ ഉത്സവം നടക്കുകയാണ്. ശിവരാത്രിയുടെ അന്ന് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ പറ്റി. അപ്പോഴത്തേക്കും നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് കാണാം തമ്പുരാൻപാറ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരെയും കൂടെ ബ്രെയിൻ വാഷ് ചെയ്ത് കുറച്ച് നേരം നടക്കാൻ. സ്റ്റെപ്പൊക്കെ കുറച്ചാണ്, ഭയങ്കര ഈസി ആയിട്ട് കയറാൻ. ഞാൻ മുന്നേ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചേച്ചി നമ്മളെ വിളിച്ചുകൊണ്ട് പോയത് കേട്ടോ. അങ്ങനെ അവിടെ എത്തി കുറച്ച് കയറിയപ്പോഴത്തേക്ക് മനുഷ്യൻ പട്ടിയായി. വേറൊന്നുമല്ല, കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോഴേ എനിക്കങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം നടത്തൊക്കെ ഭയങ്കര കുറവാച്ചാൽ ഭയങ്കര കുറവാണ്. എവിടെ പോകണമെങ്കിലും സ്കൂട്ടർ എടുക്കും, പോവും. ഇല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടാക്കും. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിക്ക് നടക്കുന്നതൊക്കെ വളരെ വളരെ റെയറായിട്ടായതുകൊണ്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിയപ്പോഴത്തേക്ക് മടുത്തു. ഇടുക്കി പഠിച്ചിരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കയറി ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ജംഗ്ഷനിൽ പോകാൻ തന്നെ നല്ല ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് നടന്നേ പറ്റൂ അന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമൊക്കെ നടക്കുമായിരുന്നു. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കുന്നിൻ്റെ മണ്ടയിൽ. അപ്പോൾ ഇതൊക്കെ അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുന്നൊക്കെ നല്ല രീതിയിൽ കയറുന്നത് കൊണ്ട് അന്നേ നടക്കാനൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിതേ കയറുന്നതിൻ്റെ ഇടയിൽ ചിന്നത്തേട്ടൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ട് ഇടയ്ക്ക് നിന്നൊക്കെ ആട്ടോ കയറിപ്പോയെ. പിന്നെ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ഇടയ്ക്ക് നടന്ന് മടുത്ത് പിന്നെ കലയും ഇരുത്തൊക്കെ ആയി. അത് കഴിഞ്ഞ് ഒരുപാട് ലൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് അനിയത്തെ വിളിച്ചു, വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് നമ്മുടെ കയറി മടുക്കുമ്പോഴത്തേക്ക് കുടിക്കാൻ ജ്യൂസ് ടാങ്കില്ലേ കലക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ നടന്ന് പോയപ്പോഴത്തേക്ക് ഇഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു. ഇഡലി സാമ്പാറും പണ്ട് തൊട്ടേ എൻ്റെ ഇഷ്ട ഭക്ഷണമായതുകൊണ്ട് ഞാനതിൽ വീണു. അങ്ങനെ നമ്മൾ ഇഡലി സാമ്പാറൊക്കെ കഴിച്ചു. അവിടെ നിന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ സാധനമൊന്ന്. അത് എനിക്കെന്നെ ഫ്രീ ആയിട്ടാട്ടോ സംഭവം കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത്രയും പേര് കയറി വരുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് നിന്ന് കുക്ക് ചെയ്യേണ്ടി വന്നാണ് ഇല്ലേ. ഞാൻ അതൊക്കെ ആലോചിച്ച്. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി നമ്മുടെ കിടിപിടി ഭഗവാൻ ഗണപതി ഭഗവാനെയൊക്കെ കണ്ടു. പക്ഷേ ഗണപതി ഭഗവാന്റെ വീഡിയോ മിസ്സിങ് ആണ്. അതെങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെന്ന് അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് ഗണപതി ഭഗവാനെയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ താഴെ ഇറങ്ങി. പിന്നെ എനിക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് ഓൺ ദി സ്പോട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നു. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് പള്ളിയിൽ പോയത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോയി തൊഴുതിട്ടൊക്കെ വന്നു. അന്ന് പിന്നെ വേറെ സംഭവ വികാസങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് വേറെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് ഡ്രൈവായിട്ട് ഇറങ്ങി പോയി പള്ളിയിലൊന്ന് പോയി തൊഴുതിട്ടൊക്കെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മളിതേ ഇടത്തറ അമ്പലത്തിൽ പോയാട്ടോ. അവിടെ ഉത്സവം നടക്കുവാണ്. അങ്ങനെ ഇടത്തറ അമ്പലത്തിൽ പോയി. അവൻ തൊഴാൻ കയറി, ഞാൻ കയറിയില്ല. ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് കണ്ടത് ഉരുളൊക്കെ. നമ്മളങ്ങനെ പ്രത്യേക ദിവസമാണെന്ന് അറിഞ്ഞിട്ട് പോയതല്ല, ഉത്സവമാണെന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഉത്സവം ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ പോയി അവൻ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. കുറേ ടൈം എടുത്തു. ഈ ഉരുളൊക്കെ ആയതുകൊണ്ട് തൊഴുതിറങ്ങാനൊക്കെ ഒരുപാട് സമയം എടുത്തു. അങ്ങനെ ഞാൻ അത്രയും നേരം വെളിയിൽ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് നിന്ന് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കട കണ്ടപ്പോഴത്തേക്ക് നൊക്ലച്ചി അടിച്ചു. പണ്ട് പോകുമ്പോഴത്തേക്ക്
എന്തെങ്കിലുമൊക്കെ അമ്മയും പപ്പയൊക്കെ മേടിച്ച് തരുമല്ലോ. അങ്ങനെ എനിക്ക് നൊക്ലാച്ചി അടിച്ചു. അങ്ങനെ അതൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പോയി. അപ്പോഴത്തേക്ക് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിച്ചിട്ട് പോകാമെന്ന്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ചോറ്, അച്ചാർ, തോരൻ, പൈനാപ്പിൾ കിച്ചടി, നമ്മുടെ തീയൽ, പരിപ്പ്, പപ്പടം, ഇതായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഐസ്ക്രീം വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈ നോട്ട്, ഞാൻ എന്താണ് എനിക്ക് കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോഴേ ഞാൻ പറഞ്ഞു വേണം. അങ്ങനെ അവനൊരു വാനില ഫ്ലേവറും ഞാനൊരു മാംഗോ ഫ്ലേവറും വാങ്ങിച്ചു. മാംഗോ ഭയങ്കര കളറായിരുന്നു കേട്ടോ. കളറെന്ന് വെച്ചാൽ വൻ കളറായിരുന്നു. വാനില കൊള്ളായിരുന്നു. അപ്പോൾ വാനില അവൻ്റെ നിന്ന് മേടിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് കൊടുക്കണമെന്നില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ നിന്ന് പിടിച്ച് മേടിച്ചു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടത് എന്ത് മനസ്സാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ കുറച്ചൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ കളർ ഭയങ്കര കളറായിരുന്നു. നല്ല രീതിയിൽ തന്നെ കളറുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മാംഗോയുടെ സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കെമിക്കലുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നതിന് ശേഷം നമ്മൾ നേരെ വണ്ടി എടുത്തു തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വ്ളോഗ്. ബൈ ബൈ.